ഹായ്, ഞാൻ സീന. എല്ലാവരെയും സീന ബൈ പാർവണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മത്തി കൊണ്ടൊരു അച്ചാറാണ്. അപ്പോൾ ആ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മത്തി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 600 ഗ്രാം കൊച്ചുമത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ മത്തി നമ്മൾ രണ്ടായിട്ട് മുറിച്ചെടുക്കും. ചെറിയ മത്തി ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുവാണേ. 1/4 ടീസ്പൂണ് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുകയാണ്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അതിനുശേഷം ഇതെടുത്ത് നന്നായിട്ട് വറക്കത്തുള്ളൂ. അച്ചാർ തയ്യാറാക്കാനായി നമ്മൾ മസാലയെല്ലാം ചേർത്ത് പിടിപ്പിച്ച് വെച്ചിരുന്ന മത്തി അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മത്തി നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. പാനിലേക്ക് വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണേ. ഈ മീൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നല്ലപോലെ മുരിഞ്ഞ് വരണം. കുറേയേറെ മത്തി ഉണ്ടെങ്കിൽ അത് നമ്മൾ കുറേ കാലത്തേക്ക് ഈ അച്ചാർ സൂക്ഷിക്കാനാണെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ വറുക്കുന്നതായിരിക്കും നല്ലത്. മത്തി വറുത്ത് അതിൻ്റെ മസാലപ്പൊടികളും എല്ലാം നല്ലെണ്ണയിൽ തന്നെ അച്ചാറിടുന്നതായിരിക്കും നല്ലത്. ഇത് കുറച്ച് മത്തിയേ ഉള്ളൂ, കുറച്ച് ദിവസത്തേക്ക് മാത്രം ഉള്ളതുകൊണ്ടാണ് ഞാൻ മത്തി വെളിച്ചെണ്ണയിൽ വറുക്കുന്നത്. ഇതിൻ്റെ മസാലയെല്ലാം കൂടെ ഞാൻ നല്ലെണ്ണയിലാണ് വഴറ്റിയെടുക്കാൻ പോകുന്നത്. മത്തി നന്നായിട്ട് മൂത്ത് വരുന്നതൊപ്പം തന്നെ നന്നായിട്ട് പൊട്ടിത്തെറിക്കാനും തുടങ്ങിയിട്ടുണ്ട്. മത്തി ഒന്ന് ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. മത്തി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ കോരിയെടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് ബാക്കി മത്തി കൂടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. മീൻ നല്ല രണ്ടാമത്തെ ബാച്ചിട്ട മീനും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊന്ന് കോരിയെടുക്കാൻ പോവുകയാണ്. അച്ചാറിനകത്ത് ഒഴിക്കാൻ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അച്ചാറിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു കുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില,
ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മത്തി മസാല ചേർത്തതിൽ നല്ല എരിവുള്ള മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തുള്ളായിരുന്നു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. അച്ചാർ തയ്യാറാക്കാൻ പോവുകയാണ്. മറ്റൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാൻ പോവുകയാണ്. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത് നന്നായിട്ട് മൂത്ത് വരണം. ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷം മാത്രമേ അച്ചാറിലേക്ക് ഇടാവൂ, അല്ലെങ്കിൽ അച്ചാർ കേടായി പോകും. നന്നായിട്ട് മൂത്തിട്ടില്ലെങ്കിൽ. നന്നായിട്ടിപ്പോൾ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇത് സിമ്മിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിക്കാൻ പോവുകയാണ്. പൊടിയെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഈ പൊടി മൂത്ത് വരണം. ഈ എണ്ണയിൽ കിടന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാ പൊടികളും ഉണ്ട് ഇതിനകത്ത്. മൂത്ത് വന്ന ഈ പൊടിക്കൂട്ടിലേക്ക് മത്തി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടിയുമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഉപ്പ് നന്നായിട്ട് മത്തിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ഇച്ചിരി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചാറിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ചൂടുവെള്ളമേ ഇതിൽ ചേർത്ത് കൊടുക്കാവൂ, പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വിനാഗിരിയോടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. മത്തി അച്ചാർ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ചാറൊക്കെ ഒന്ന് പറ്റി വരുന്നുണ്ട്. ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തില്ല. കുറച്ച് ഇച്ചിരി ചാറിനായിട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നമ്മുടെ മത്തി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചുമത്തിയൊക്കെ നല്ല സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും കൊച്ചുമത്തിയൊക്കെ വാങ്ങിച്ച് ഇതുപോലൊന്ന് അച്ചാറിട്ട് നോക്കണം. നന്നായി തണുത്തതിന് ശേഷം ഇതൊരു ഭരണിയിലേക്ക് നമുക്ക് മാറ്റാം. ചാറൊക്കെ നല്ല തിക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. മസാലയൊക്കെ ഈ മത്തിയുടെ കഷ്ണത്തിലേക്ക് നന്നായിട്ട് പിടിക്കും. അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ സീന ബൈ പാറോണം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വിഭവമായിട്ട് കണ്ടുമുട്ടാം.